ഹായ്, ഗുഡ് മോർണിംഗ്. ടാരോട്ട് കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ഗൈഡൻസാണ് തരാനുള്ളത്, എന്ത് യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കാം. കാർഡ് സെലക്ട് ചെയ്യാം. നമുക്ക് എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് തരാൻ പറ്റും. കാർഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും കാർഡ്സ് എടുത്തേക്കുന്നേ. ബോട്ടം വന്നേക്കുന്നത് ഈസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇത്രയും നാൾ നിങ്ങൾ പൈസയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കിരുന്നെങ്കിൽ അതൊക്കെ മാറി നിങ്ങളിലേക്ക് പൈസ വരുന്നൊരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു. പൈസയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾക്കെല്ലാം പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അതാണ് ബോട്ടം വന്നിരിക്കുന്നത്. ബാക്കി കാർഡ്സ് നോക്കാം നമുക്ക്. ദ എംപ്രസ്, ക്വീൻ ഓഫ് വാൻഡ്സ്, സ്ട്രെങ്ത്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ലവേഴ്സ് കാർഡ്, സിക്സ് ഓഫ് കപ്സ്, സെവൻ ഓഫ് സോൾസ്, ഏസ് ഓഫ് വാൻഡ്സ്, ദ ഹാങ്ഡ് മാൻ, കിങ് ഓഫ് വാൻഡ്സ്. ഇത്രയും കാർഡ്സാണ് വന്നിരിക്കുന്നത്. എംപ്രസ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെ എല്ലാവരും ഇന്ന് അംഗീകരിക്കുന്നു. എല്ലാവരും നിങ്ങളെക്കുറിച്ച് ഇന്ന് നല്ല കാര്യങ്ങളൊക്കെ, നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രശംസിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ക്വീൻ ഓഫ് വാൻഡ്സും അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ എല്ലാവരും ഇന്ന് അംഗീകരിക്കുന്ന ദിവസമായിരിക്കും. കാരണം നിങ്ങളുടെ കഴിവുകളെയും നിങ്ങളുടെ പ്രവൃത്തികളെയും ഒക്കെ എല്ലാവരും ഇന്ന് ഒരുപാട് നല്ല ഇൻ്റലിജൻ്റായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നിങ്ങളിന്ന് എടുക്കുന്നു. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാതെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം നിങ്ങളുടെ കാര്യങ്ങൾ. ജോലിപരമായിട്ടായാലും വീട്ടിലായാലും എങ്ങനെയായാലും നിങ്ങൾക്ക് എങ്ങനെ അത് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ എംപ്രസിൻ്റെ എനർജി നിങ്ങൾക്ക് നല്ല റെസ്പെക്റ്റ് തരുന്നു. നിങ്ങളെ എല്ലാവരും അംഗീകരിക്കുന്ന ദിവസം. ക്വീൻ ഓഫ് വാൻഡ്സ് ആണെങ്കിലും നിങ്ങൾക്ക് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കാൻ സാധിക്കും. നമുക്കൊരു സ്റ്റെബിലിറ്റി ഇന്ന് കിട്ടും. നിങ്ങൾ എല്ലാ രീതിയിലും എല്ലാവരിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടും. നിങ്ങളുടെ തീരുമാനങ്ങളായിരിക്കും നിങ്ങളിൽ നിന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കാരണം നിങ്ങൾ മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ടാലും നിങ്ങൾക്കറിയാം ഏതാണ് ശരി, ഏതിലോട്ട് പോയാലാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത്. അങ്ങനെ ആലോചിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ അനുസരിക്കാന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു തോന്നലൊക്കെ ഉണ്ടല്ലോ, അതേ രീതിയിലായിരിക്കും നിങ്ങൾ പോകുന്നത്. അപ്പം അതായിരിക്കാം ശരി. പിന്നെ സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം ഇന്നത്തെ നല്ല കോൺഫിഡൻസ് ആയിരിക്കും. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. നല്ല സ്ട്രെങ്ത്ത് ആയിരിക്കും നിങ്ങളിന്ന്. നിങ്ങളുടെ മൈൻഡ് അതുപോലെ എല്ലാം നേടാൻ പറ്റുമെന്ന് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഇട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി വന്നിട്ടുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ ചെയ്തിരുന്ന എന്തിൻ്റെയൊക്കെ കാര്യങ്ങളുടെ ഫലം നിങ്ങളിലേക്ക് ഇന്ന് ലഭിക്കുന്നുണ്ട്. പൈസപരമായിട്ട് നിങ്ങൾക്ക് ഇന്നുള്ള ബുദ്ധിമുട്ടൊക്കെ മാറുന്നുണ്ട്. 2 ദിവസമായിട്ട് കുറച്ച് വിഷമിച്ചിരിക്കുമായിരുന്നു പൈസയുടെ കാര്യത്തിൽ. അതൊക്കെ മാറി നിങ്ങളിലേക്ക് ഇന്ന് പൈസയുടെ ഒരു എനർജി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ മൈൻഡൊക്കെ പോസിറ്റീവായിട്ട് വെക്കുക. നല്ലപോലെ ഡിവൈനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം മണി ബ്ലോക്കേജൊക്കെ മാറി നിങ്ങളിലേക്ക് പൈസ വരുന്നുണ്ട്. പിന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു സോൾ കണക്ഷനുള്ള ഒരാൾ നിങ്ങളിലേക്ക് ഇന്ന് വരുന്നുണ്ട്. നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, ഒരു യൂണിയൻ ഇന്നുണ്ട്. പിന്നെ കിങ് ഓഫ് വാൻഡ്സിന് എനർജി വന്നിട്ടുണ്ട്. കിങ് ഓഫ് വാൻഡ്സും ക്വീൻ ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ല ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്. ആ ഒരു ഇന്നർ സ്ട്രെങ്ത് മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഏത് രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം നിങ്ങളുടെ കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് നല്ല ബോധമുണ്ട്. എല്ലാം നേടി ഒരു പൂർണ്ണതയിൽ നിൽക്കുന്നതാണ് കിങ് ഓഫ് വാൻഡ്സ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ഇന്നെല്ലാം നേടാൻ സാധിക്കും. നിങ്ങൾ എന്ത് മനസ്സിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങളിലേക്ക് ഇന്ന് കൊണ്ട് തരുന്നുണ്ട് യൂണിവേഴ്സ്. നിങ്ങൾക്കതൊക്കെ നേടാനും സാധിക്കും. നിങ്ങളുടെ മൈൻഡിൻ്റെ പവർ കൊണ്ടും നിങ്ങളുടെ സ്ട്രെങ്ത് കൊണ്ടും ഒക്കെ നിങ്ങൾക്കതെല്ലാം ഇന്ന് നേടാൻ സാധിക്കും. പൈസയുടെ ബുദ്ധിമുട്ടെല്ലാം മാറുന്നുണ്ട്. ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. പുതിയ വർഷത്തിൽ നിങ്ങൾ ചിന്തിച്ചു
ആ രീതിയിലാണ് നിങ്ങളിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ഏസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുകയാണ്. പിന്നെ ഈ കിങ് ഓഫ് വാൻസും ക്വീൻ ഓഫ് വാൻസും ഒക്കെ വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ചീറ്റിങ്, ചെറിയ ശത്രുത അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഒരു മൈൻഡിൻ്റെ പവർ കൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. കാരണം 7 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചെറിയൊരു ചീറ്റിങ് കാണിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ആ മൈൻഡിൻ്റെ പവർ കൊണ്ട് നിങ്ങളിതെല്ലാം മാറ്റിക്കളയുന്നുണ്ട്. ലാസ്റ്റ് വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആരോ നിങ്ങളിലേക്ക് ഇന്ന് വരുന്നുണ്ട്. നിങ്ങളുടെ ക്ലാസ്മേറ്റ്സോ നിങ്ങൾക്ക് ഒത്തിരി നല്ല ഓർമ്മകളുമായിട്ട്, നല്ല നിമിഷങ്ങളുമായിട്ട് നിങ്ങളെ ഒരുപാട് സഹായിക്കാനും സ്നേഹത്തോടെ നിങ്ങളിലേക്ക് ഇന്ന് വരുന്നുണ്ട്. പിന്നെ എംപ്രസ് വന്നുകൊണ്ട് എല്ലാവരും ഇന്ന് നല്ല റെസ്പെക്റ്റോടെ നിങ്ങളെ കാണും. നിങ്ങൾ എന്ത് കാര്യം മുമ്പോട്ട് കൊണ്ടുപോലും അതിനെല്ലാം സപ്പോർട്ടും എല്ലാവരുടെ ഭാഗത്തുനിന്ന് കാണും. ഇതുവരെ എല്ലാവരും നിങ്ങളെ എതിർത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് തൊട്ടങ്ങോട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും എല്ലാവരും നിൽക്കുന്നത്. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളും നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്ന കാര്യങ്ങളും ഒക്കെ നല്ല കാര്യങ്ങളാണ് എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കും എല്ലാവരും ഇന്ന്. അപ്പം ഇതാണ് ഇന്നത്തെ എനർജി. കിങ് ഓഫ് വാൻസും ക്വീൻ ഓഫ് വാൻസും വന്നിട്ടുണ്ട്. എംപ്രസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക, ഒരു നയിക്കുന്ന, ഒരു ലീഡ് ചെയ്യുന്ന ഒരാൾ എന്ന് വെച്ചാൽ ഒരു രാജാവിൻ്റെ രാജ്ഞിയെ പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനകത്ത് ഒരു നെഗറ്റീവ്സ് ഇന്ന് വരത്തില്ല. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പ്രണയിക്കുന്ന ആൾ നിങ്ങളിലേക്ക് ഇന്ന് വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ മൈൻഡിൻ്റെ പവർ കൊണ്ട് ആ ഒരു ചീറ്റിംഗ് കാർഡ് കാണിക്കുന്നത് 7 ഓഫ് സോഴ്സ് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മൈൻഡിൻ്റെ പവർ കൊണ്ട് നിങ്ങൾ തന്നെ അതൊക്കെ എല്ലാം മാറ്റിക്കളയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല മൈൻഡ് പവറോടെ ഇരിക്കുക. നിങ്ങൾക്കതൊക്കെ ഉണ്ട്. ഇന്നത്തെ ദിവസം ഭയങ്കര കോൺഫിഡൻസ് ലെവൽ കൂടുതലാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് ഇന്നത്തെ റീഡിങ്. ഓക്കെ, താങ്ക് യു.